ഇന്ന് വീട്ടിൽ വെറുതെ ഇരുന്ന സമയത്ത് ഞാനൊരു കോൾ ചെയ്തായിരുന്നു. കോൾ ചെയ്തതിന് ശേഷം പെട്ടെന്നുണ്ടായിരുന്നൊരു യാത്ര അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായിരുന്നൊരു തീരുമാനമാണിത്. വേറെ ഫുഡ് ഐറ്റം ഒന്നുമില്ല. അയ്യേ, ഫുഡ് ഐറ്റംസ് ഒന്നും തോന്നുന്നില്ല. ഞാൻ എന്നിട്ട് നീ വന്നു വരുന്നുണ്ട് പറഞ്ഞപ്പോ എനിക്ക് നിന്ന് ഓർത്തപ്പോ വേഗം എനിക്ക് കള്ള കിട്ടിയത്. കള്ള് കിട്ടിയപ്പോ അങ്ങനെ കള്ള വേറൊന്നല്ല, എന്നെ ആലോചിച്ചപ്പോൾ കള്ളപ്പം കഴിക്കാൻ തോന്നിയെന്ന്. അപ്പം ഞങ്ങൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ കള്ളപ്പം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അന്ന് വൈകുന്നേരം തന്നെ നീണ്ട മഴക്കൊപ്പം മഴ പെയ്യുന്ന പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ വണ്ടി എടുത്ത് പോയി. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് തക്കുടും ഉണ്ടായിരുന്നു. പിന്നെ അവർ തക്കുടും ഫാമിലി, ചെറിയച്ഛനും ഫാമിലിയൊക്കെ ഞങ്ങളുടെ പുറകെ വരുന്നുണ്ടായിരുന്നു. സാഹസമായി പോകേണ്ട ഒരു ഇടവഴിയാണിത്. അതിൽ കൂടെ ഞങ്ങൾ ബൈക്കിലാണ് പോയിക്കൊണ്ടിരുന്നത്, നേരെ വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ 3 പേരും ആദ്യം പോയി. ഞങ്ങളുടെ പുറകിൽ ചെറിയച്ഛനും ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നേ. വളകാപ്പിൻ്റെ വീഡിയോസ് കാണുമ്പോൾ അതിന് ശേഷം അടുത്ത ദിവസം ഞാൻ പോയതല്ല കേട്ടോ. ഞാൻ ഇവിടുന്ന് വളകാപ്പൊക്കെ കഴിഞ്ഞ് എറണാകുളം പോയി. പിന്നെ അടുത്ത ആഴ്ചയാണ് ഞാൻ റിട്ടേൺ വരുന്നത്. അതിന് ശേഷമാണ് പോകുന്നത്. അതാണ് നീ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്ന് പറയുന്നത്. ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് തക്കുടുമാണ്. കാരണം ഞങ്ങളൊരു മുമ്പ് ഫസ്റ്റത്തെ വീഡിയോസിൽ ഞാനും ഉണ്ട് കണ്ണെയ്താൻ എന്ന് പറഞ്ഞൊരു കൊച്ചുകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ കൊച്ചിപ്പോൾ വലുതായതാണ് ഈ തക്കുടും. ഈ വീഡിയോയുടെ കൂടെ അവൾ ഹാപ്പിയും. കാരണം വേറെ വീഡിയോസിലൊന്നും അവളെ ഉൾപ്പെടുത്താത്തതിൻ്റെ ഒരു പരാതി ഉണ്ടായിരുന്നേ. എല്ലാവരും കൂടെ വലിയൊരു ഡിസ്കഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല, വെറുതെ കുടുംബ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇവിടെ അവർ ഭാര്യയും ഭർത്താവ് നിന്നിട്ട് വലിയ പ്ലാനിങ്, ഫാമിലി പ്ലാനിങ് ഒക്കെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കുറച്ച് പോയപ്പോഴാണ് പേഴ്സ് മിസ് ചെയ്ത്. കാരണം ഏട്ടൻ ടേബിളിൽ എവിടെ വെച്ചിട്ട് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നടന്നു പോയി അത് വാങ്ങിച്ച് പിന്നെ റിട്ടേൺ കൊണ്ട് കൊടുത്ത്. അയ്യോ, ഒന്നാമത് ഈ ഷോളൊക്കെ കെട്ടി ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടേ ഈ ഫോണും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് നടക്കുമ്പോൾ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ. കാരണം ഞാൻ ആരാന്ന് പറഞ്ഞിട്ടില്ല, ഫുൾ ഫേസ് കവർ ചെയ്തിട്ടില്ലെങ്കിലും എന്നെ അറിയുന്നില്ല. എന്നെ വേറെ നാടല്ലേ. എൻ്റെ നാട്ടിലുള്ള ആൾക്കാർക്ക് എന്നെ അപ്പം എന്നെ തിരിച്ചറിയുന്നില്ല. അത്രയ്ക്ക് അത് വെച്ചാൽ അങ്ങനെ മാറിയെന്നല്ല, ശ്രദ്ധിക്കുന്നില്ല. ഇവിടെ വഴി തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാമെന്നുള്ളതിൽ വേറെ എവിടെയും കയറാൻ നിന്നില്ല. ഇവളി പോകുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ കൈ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ഉറങ്ങിയതിൽ വേറൊരു കാര്യമുണ്ട്. പോകുന്ന വഴിക്ക് ഒരു ചെരുപ്പ് അഴിഞ്ഞു പോയത് അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു ചെരുപ്പ് ആൾ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. വേറൊരു ചെരുപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ. പക്ഷേ ആ ഒരു ചെരുപ്പ് പുറകെ അച്ഛനും അമ്മയും വന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ.